അസ്സലാമലൈക്കും. അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നിതാ നമ്മൾ രാവിലെ തന്നെ മുട്ടയും പഴമൊക്കെ പുഴുങ്ങിയതാണ് ട്ടോ കഴിച്ചത്. അപ്പൊ ഇന്ന് അത്യാവശ്യമായിട്ട് പുറത്ത് പോകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് മോൻക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഫുഡൊക്കെ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേമാതിരി ഓൻക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഞാൻ ചൂടാറാൻ വെച്ചിട്ട് അവന് കഴിക്കാൻ വേണ്ടിയിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇസ്തിരി ഇടലാണ്. പിന്നെ ഓൻ്റെതെല്ലാം കഴിച്ചിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ഞാൻ ഓൻക്ക് എടുത്ത് വെച്ച ഫുഡും ഒരു ടവലും കാര്യങ്ങളൊക്കെ ഞാൻ ബാഗിലാക്കി വെച്ചിട്ടോ. പിന്നെ ഓനെ മാറ്റിച്ചു കൊടുക്കലാണ്. പിന്നെ കുട്ടികളൊക്കെ മാറ്റിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്കുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഒരുപാട് നേരം അതിനായിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. പിന്നെ അങ്ങനെ ഓനെ മാറ്റിച്ചു കൊടുത്തിട്ട് വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ട്ടോ. നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ അങ്ങനെ വണ്ടി വന്നപ്പോഴാ ഞങ്ങള് പുറത്തോട്ട് ഇറങ്ങി വണ്ടി കയറാനായിട്ട് പോയിട്ടോ. അപ്പൊ പിന്നാലെ സിസ്റ്റേഴ്സിന്റെ മക്കളൊക്കെ ഇങ്ങനെ പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ ഓനൊക്കെ ഞാൻ നോക്കട്ടോ, പിറകോട്ട് ഇങ്ങനെ നോക്കുന്നത് ഓലൊക്കെ അവിടെ ഉള്ളതുകൊണ്ടാണ്. വണ്ടി കയറിയത് ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് ദിവസമായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്. യാത്രയൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ. മോൾക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ ഒരു ഡിസൈൻ നോക്കിയതാണേ. ഏട്ടത്തി അവിടെ കാത്തിക്കണ്ടായതാണ്. പലരും കാത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം. ഞാൻ ഭയങ്കര സ്ലോ ആണ് കേട്ടോ. എവിടേക്കെങ്കിലും പോകാനിറങ്ങിയ ഒന്നും എല്ലാവരുടെയും കഴിഞ്ഞാലും നിന്റെ കയ്യില്ല. കാരണം അത്രയ്ക്കും സ്ലോ ആണ് ഞാൻ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സ്പീഡാണെന്നുണ്ടെങ്കിലും അത് സ്ലോ ആണ് ബാക്കിയുള്ളവർക്ക് തോന്നുന്നത്. പിന്നെ അത് ഞങ്ങൾ ഇടവണ്ണപ്പാറയിലെത്തി. ഞങ്ങളുടെ നാട് അവിടെയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും ആകെ ക്ഷീണിച്ചു കേട്ടോ. പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് അവന് ഭയങ്കരമായിട്ട് ക്ഷീണം വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ കാണിക്കാനും കൂടി ഇറങ്ങിയതാണ്. ഒന്ന് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഞങ്ങൾ വിളിച്ചു നോക്കിയപ്പം പറഞ്ഞു അവിടെ തിരക്കാണ്, ഇപ്പം തന്നെ കുട്ടീനെ കൊണ്ട് വരണ്ടെന്നാണ്. അപ്പം പിന്നെ ഉപ്പാൻ്റെ കടയിൽ പോവാം, അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ കരുതി. ഇതാണ് ഉപ്പാൻ്റെ കട കേട്ടോ. പിന്നെ ഞങ്ങളവിടെ എത്തിയപാട് തന്നെ പെരും മഴയായിരുന്നു കേട്ടോ. ആ മഴയത്ത് ഏട്ടത്തിൻ്റെ മോളാണ് കയറി വരുന്നത്. കുട പോലും ഇല്ലാണ്ട് കാണിക്കാനുള്ള ആ ഷീറ്റും കയ്യിൽ ഇട്ടുകൊണ്ട് വന്നതാട്ടോ. ആ പെരും മഴയത്തോട് വരുന്നത്. പിന്നെ കുട്ടീനൊക്കെ കുറച്ച് നേരം എടുത്ത് കളിപ്പിച്ചോള്. മോനോളെ കണ്ടിട്ട് കുറേ ആയിട്ടോ. കാരണം ഓലെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓന് അധികം നിന്നില്ല. ഭയങ്കര കരച്ചിലായിരുന്നു ഓളടുത്ത്. പിന്നെ ഓരോന്നിങ്ങനെ അവളുടെ കളികളൊക്കെ കണ്ടിട്ട് അവനിങ്ങനെ സെറ്റായി. പിന്നെ ഞാൻ വരുന്നതിന് മുമ്പ് ഓളും അമ്മയൊക്കെ പോയിട്ട് ചെരുപ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരും എനിക്ക് കേട്ടോ. അപ്പം ഈ പിങ്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, വൈറ്റും പിങ്ക് വരുന്നത്. ഓളുടേതാണ് ആ ഗ്രീൻ കളറിലുള്ളത് കേട്ടോ. ഓള് പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലാലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിങ്ക് അടിപൊളിയായിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല, പക്ഷേ നമുക്കുള്ളല്ലോ. പിന്നെ കുട്ടീനെ എടുക്കാണ്ട് ഇപ്പച്ചാനെ കുറച്ച് ഫോട്ടോസ് എടുത്തെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ വന്നിക്കാണേ. ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് പോയോണ്ടിരിക്കാട്ടോ. ഇടവണ്ണപ്പാറ മെഡിക്കെയർക്കാട്ടോ ഞങ്ങൾ പോണത്. അതിന് മുമ്പ് ഇവരൊക്കെ വന്നിട്ട് ഒരുപാട് നേരമായി. അപ്പോൾ ഓരൊന്നും കഴിച്ചിട്ട് ചായ കുടിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളിത് ഇവിടെ ഒരു ചെറിയൊരു കോൾ ബാറിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാം ഞങ്ങൾ ഓർഡർ ചെയ്ത് ഇങ്ങനെ കാത്തിക്കാട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വന്നു. ഇതെന്തോ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ചിക്കൻ്റെ ഫില്ലിങ്, പക്ഷെ ചിക്കനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഫുള്ള് ഉള്ളിയൊക്കെ. കോഫി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. കോഫി എപ്പോഴും ഞാൻ എവിടെ പോയാലും കഴിക്കുന്നത് കോഫിയാണ് കേട്ടോ. അല്ല, കുടിക്കുന്നത് കോഫിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സാധനം അത്ര കൊള്ളത്തില്ല എന്നുണ്ടെങ്കിലും
തിന്ന് തീർത്തിട്ടോ. പിന്നെ ഞാനൊരു കട്ട്ലേറ്റും കൂടെ മേടിച്ചു. നേരത്തെ തിന്ന സാധനം അത്രയ്ക്കും കൊള്ളില്ലായിരുന്നു, വലിയ രസമില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടോ. ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടും ഒരുപാട് നേരം അവിടെ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുട്ടീനെ കൊണ്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് ആദ്യം ഇരുന്നത് പുറത്താണ്. പുറത്ത് കുറേ നേരം ഇരുന്നു. അകത്ത് പോയിട്ടു അകത്ത് അതേപോലെ കുറേ നേരം ഇരുന്നു കേട്ടോ. പിന്നെ എന്താ മോനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ. വേറെ ഫീഡിങ് റൂം പറഞ്ഞാണ്ട് അവിടെ ഇല്ല. അതുകൊണ്ട് ECG ചെയ്യുന്ന റൂമിലോട്ടാണ് പോയത്. പിന്നെ അവിടുന്ന് ഇതാ ഈ ഷൂസ് എപ്പോൾ ഇട്ട് കൊടുത്താലും മോന് ഒരു കൈ പിടിക്കും. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ടൈറ്റിലൊന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഒരുപാട് മണിക്കൂറിന് ശേഷം ഞങ്ങൾ കാണിച്ച് മരുന്നൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അത് കഴിഞ്ഞാൽ ഈ ഒരു ബേക്കറി കടയിൽ കയറി. ഇവിടെ മിക്ക സാധനങ്ങളും അന്നാന്ന് ഉണ്ടാക്കി വെക്കുന്ന കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങല്. ഉപ്പാൻ്റെ കടൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും ഇതാ മോൻ നല്ല ഉറക്കമാണ്, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിരുന്നു. പിന്നെ ഒരു ഗുലാബ് ജാം എടുത്തു. 10 പീസോ 11 പീസ് എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ അതിൽ. പിന്നെ തവല് അതിൻ്റെ വേറൊരു ഐറ്റം പറഞ്ഞാണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. ഇത് ഒടുക്കത്തെ മധുരമായിരുന്നു. നമ്മൾ ഗുലാബ് ജാമിനെക്കാട്ടിലും മധുരമായിരുന്നു. ഞാനത് ആ മധുരം പോക്കാൻ വേണ്ടിയിട്ട് ഓരോട് ആ ഒരു ചിപ്സ് എടുത്ത് തരാൻ പറഞ്ഞു. ഇത് എന്തോ ലേസിൻ്റെ എന്തൊരു ചിപ്സാണ് കേട്ടോ. പിന്നെ ഞാൻ അപ്പുറത്ത് വന്ന് നോക്കിയപ്പോൾ ചക്ക വറുത്തതുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് വാങ്ങി. പിന്നെ സാധനമൊക്കെ വാങ്ങിക്കാണ്ട് ഞങ്ങൾ വണ്ടിയിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.